ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം 62-ാം ദശകം ഗോവർദ്ധന പൂജയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ശ്ലോകം. കദാചിത് ഗോപാലാൻ വിഹിതമഖസംഭാരവിഭവാൻ നിരീക്ഷ്യത്വം ചൗരേ മഘവമതമുധ്വംസിതുമനാ വിജാനന്നപ്യേതാൻ വിനയമൃദുനന്ദാദിപശുപാൻ അപൃച്ഛക്കോ വായം ജനകഭവതാമുദ്യമൈതി. അർത്ഥം: ഹേ ശൗരേ, ത്വം ശൂരസേന കുലത്തിൽ പിറന്നവനായ ഭഗവാനെ ശൗരേ, അവിടുന്ന് കദാചിത് ഗോപാലാൻ ഒരിക്കൽ ഗോപാലന്മാർ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷ്യ ഒരു യാഗം നടത്തുന്നതിന് വേണ്ടതെല്ലാം ഒരുക്കുന്നത് കണ്ടിട്ട് മഘവമതം ഉദ്ധ്വംസിതുമന ഇന്ദ്രന്റെ ഗർവം നീക്കിക്കളയുവാൻ നിശ്ചയിച്ച് വിജാനനപി കാര്യം അറിയാമെങ്കിലും ഹേ ജനക, അച്ഛ, ഭവതാം അയം എന്തിനാണ് നിങ്ങൾ ഉദ്യമഃ ഉത്സാഹിക്കുന്നത് ഇതി എന്ന് വിനയമൃദു നന്ദാദിപശുപാൻ അപൃച്ഛ എന്ന് വിനയത്തോടെ മധുരമായി നന്ദൻ തുടങ്ങിയ ഗോപന്മാരോട് ചോദിച്ചു. രണ്ടാമത്തെ ശ്ലോകം. ബഭാഷേ നന്ദസ്ത്വാം സുത നനു വിധേയോ മഘവതോ മഖോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഹിതലേ വിശേഷാദസ്മാകം തൃണസലിലജീവ്യാ ഹി പശവ. അർത്ഥം: നന്ദൻ ത്വാം ബഭാഷേ നിന്തിരുവടിയോട് പറഞ്ഞു, ഹേ സുത, മകനെ, വർഷേ വർഷേ ആണ്ടുതോറും വർഷം തോറും മഘവതഃ മഖഃ വിധേയഃ നനു ഇന്ദ്രയാഗം കഴിക്കേണ്ടതുണ്ട്. സഹ ഇന്ദ്രൻ വർഷേണ പൃഥിവീം സുഖയതി മഴ കൊണ്ട് ഭൂമിയിൽ സുഖമുണ്ടാക്കുന്നു. മഹിതലേ നൃണാം നിഖിലം ഉപജീവ്യം ഭൂലോകത്തിൽ മനുഷ്യർക്ക് ജീവിക്കുവാൻ വേണ്ടതെല്ലാം വർഷായത്തം മഴയെ ആശ്രയിച്ച് ഇരിക്കുന്നു. അസ്മാകം വിശേഷാത് നമുക്കാണെങ്കിൽ വിശേഷിച്ചും ഹി എന്തെന്നാൽ പശവഃ പശുക്കൾ തൃണസലില ജീവ്യാഹ പുല്ലും വെള്ളവും കൊണ്ട് പുലരുന്നവയാണല്ലോ. മൂന്നാമത്തെ ശ്ലോകം. ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാനാഹ സരസം ധിഗേതന്നോ സത്യം മഘവജനിതാ വൃഷ്ടിരിതി യത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദതേ. അർത്ഥം: അയി ഇതി പിതുഹു വാചം, അല്ലയോ ഭഗവാനെ, ഇപ്രകാരം അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് ശ്രുത്വാ ഭവാൻ സരസം ആഹ നിന്തിരുവടി ഭംഗിയായി പറഞ്ഞു, ധിക് കഷ്ടം, മഘവജനിതാ വൃഷ്ടി മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണെന്ന്, ഇത് യത് ഏതത്ന സത്യം പറയുന്നത് സത്യമല്ല, ശരിയല്ല, ജീവാനാം അദൃഷ്ടം സമുചിതം ജീവികളുടെ പുണ്യമാണ് വേണ്ട പോലെ വൃഷ്ടിം സൃജതി ഖലു മഴ പെയ്യിക്കുന്നത് തീർച്ച, മഹാരണ്യേ വൃക്ഷാഹ ഇന്ദ്രായ ബലിം കിമിവ ദദതേ വലിയ കാടുകളിൽ മാമരങ്ങൾ ഇന്ദ്രന് എന്ത് ബലിയാണ് കൊടുക്കുന്നത്? ഒന്നും ഇല്ല. നാലാമത്തെ ശ്ലോകം. ഇദം താവത് സത്യം യദിഹ പശവോ ന കുലധനം തദാ ജീവ്യായാസൗ ബലിരചലഭർത്രേ സമുചിത സുരേഭ്യോപ്യുത്കൃഷ്ട നനു ധരണി ദേവാ ക്ഷിതിതലേ തതസ്തേ
तेऽप्याराध्य इति जगदिथ त्वं നിജജനാൻ. അർത്ഥം, ഇഹ ഇവിടെ പശവഃ നഃ കുലധനം, പശുക്കൾ നമ്മുടെ വംശസമ്പത്താണെന്ന്, യത് ഇദം താവത് സത്യം എന്ന് പറഞ്ഞത് സത്യമാണ്. അസൗ ബലിഃ തഥാ ജീവ്യായ അചലഭർത്രേ സമുചിതഃ. ഈ ബലി ആ പശുക്കൾക്ക് ഉപജീവനത്തിന് ഉതകുന്ന പർവ്വതത്തിന് നൽകുന്നത് ഉചിതമായിരിക്കും. നനു സുരേഭ്യഃ അപി, ഭൂമിയിലുള്ള ഭൂദേവന്മാരാണല്ലോ ക്ഷിതിതലേ ധരണിദേവാഃ, ദേവന്മാരെക്കാളും ഉത്കൃഷ്ടാഃ. തതഃ തേ അപി ആരാധ്യാഃ, ഇതിനാൽ അവരും ആരാധനം അർഹിക്കുന്നു. ഇതി ത്വം നിജജനാൻ ജഗതിഥ എന്ന് നിന്തിരുവടി സ്വജനങ്ങളോട് തുറന്നു പറഞ്ഞു. അഞ്ചാമത്തെ ശ്ലോകം. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേപി പശുപാ ദ്വിജേന്ദ്രാ നർച്ചന്തോ ബലിമദതുരുച്ഛൈക്ഷിതിഭൃതേ വ്യധു പ്രാദക്ഷിണ്യം സുഭൃശമനമന്നാദരയുതാ ത്വമാദശൈലാത്മാ ബലിമഖിലമാഭീരപുരതഃ. അർത്ഥം, തേ പശുപാഃ അപി ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാഃ. ആ ഇടയന്മാരാകട്ടെ നിന്തിരുവടിയുടെ അഭിപ്രായം അറിഞ്ഞ് കൂടുതൽ ആദരവോടെ ദ്വിജേന്ദ്രാൻ അർച്ചന്തഃ, ബ്രാഹ്മണരെ പൂജിച്ചു. ക്ഷിതിഭൃതേ ഉച്ചൈഃ ബലിം അദദുഃ, പർവ്വതത്തിന് വമ്പിച്ചൊരു ബലി കൊടുക്കുകയും ചെയ്തു. സുഭൃജം ആദരയുതാഃ, ഏറ്റവും ആദരവോടുകൂടി പ്രദക്ഷിണ്യം വ്യധുഃ അനമൻ, പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. ത്വം ശൈലാത്മാ, അവിടുന്ന് പർവ്വതദേവതയായി ചമഞ്ഞ് ആഭീരപുരതഃ, ഇടയന്മാർ കാണെ തന്നെ അഖിലം ബലിം ആദഃ, ബലി മുഴുവനും ഭക്ഷിക്കുകയും ഉണ്ടായി. ആറാമത്തെ ശ്ലോകം. അവോജശ്ചൈവം താൻ കിമിഹ വിദഥം മേ നിഗദിതം ഗിരീന്ദ്രോ നന്വേഷ സ്വബലിമുപഭുങ്ക്തേ സ്വവപുഷാ അയം ഗോത്രോ ഗോത്രദ്വിഷി ച കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്താ ജഹൃഷുരഖിലാ ഗോകുലജുഷഃ. അർത്ഥം, താൻ ഏവം അവോചഃ ച, അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്യുകയും ഉണ്ടായി. ഇഹ മേ ഗതിതം വിദഥം കിം, ഇപ്പോൾ ഞാൻ പറഞ്ഞത് അസത്യമാണോ? ഏഷ ഗിരീന്ദ്രഃ, ഇത ഈ പർവ്വതം സ്വവപുഷാ സ്വബലിം ഉപഭുങ്ക്തേനനു, സ്വരൂപം പൂണ്ട് പ്രത്യക്ഷമായി ബലി അനുഭവിക്കുന്നുവല്ലോ. ഗോത്രദ്വിഷി കുപിതേച്ച, ഇനി ദേവേന്ദ്രൻ കോപിച്ചാലും അയം ഗോത്രഃ സമസ്താൻ രക്ഷിതും അലം, ഈ പർവ്വതം നമ്മളെല്ലാവരെയും രക്ഷിക്കുവാനും മതിയാകും. ഇതി ഉക്താഹ, ഇപ്രകാരം പറഞ്ഞ കേട്ടപ്പോൾ അഖിലാഹ ഗോകുലജുഷഃ, ഗോകുലവാസികൾ മുഴുവനും സന്തോഷിച്ചു. ജഹൃഷുഃ. ഏഴാമത്തെ ശ്ലോകം. പരിപ്രീതായാതാ ഖലു ഭവതുപേതാ വ്രജചുഷോ വ്രജം യാവത്താവന്നിജമഖവിഭംഗം നിശമയൻ ഭവന്തം ജാനന്നപ്യധികരജസാക്രാന്തഹൃദയോ ന സേഹേ ദേവേന്ദ്രസ്തു പരചിതാത്മോന്നതിരപി. അർത്ഥം, പരിപ്രീതാഃ വ്രജചുഷഃ, തികച്ചും തൃപ്തരായ ഗോകുലവാസികൾ ഭവതുപേതാഃ യാവത് വ്രജം യാതാഃ താവത് ഖലു, നിന്തിരുവടിയോടുകൂടി അമ്പാടിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തന്നെ ദേവേന്ദ്രൻ നിജമഖവിഭംഗം നിശമയൻ, തൻ്റെ യാഗം മുടങ്ങിയതായി അറിഞ്ഞിട്ട്
ഭവന്തം ജാനന്നപി ഭഗവാനെപ്പറ്റി അറിയുന്നവനും തതുപരിചിതാത്മോന്നതിഹി അപി അവിടുന്ന് തന്നെ കൽപ്പിച്ചു നൽകിയ ഉയർന്ന പദവിയുള്ളവനും ആയിരുന്നിട്ടും അധികരജസ രജോ ഗുണത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടായ ആക്രാന്തഹൃദയ അഹങ്കാരത്താൽ യാഗം മുടക്കിയത് ന സേഹേ സഹിച്ചില്ല. എട്ടാമത്തെ ശ്ലോകം. മനുഷ്യത്വം യാതോ മധുഭിദപി ദേവേഷ്വവിനയം വിധത്തെ ചേന്നഷ്ടസ്ത്രിദശ സതസാം കോപി മഹിമാ തതശ്ചധ്വം ശിഷ്യേ പശുപഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സകില മഘവാ ദുർമതനിധി. അർത്ഥം: മനുഷ്യത്വം യാതഃ മധുഭിത് അപി ദേവേഷു അവിനയം വിധത്തെ ചേത്. മനുഷ്യജന്മം എടുത്ത വിഷ്ണുവും ദേവന്മാരോട് അനാദരം കാണിക്കുന്നതായാൽ ത്രിദശ സതസാം കോപി മഹിമാ നഷ്ടഃ. ദേവന്മാർക്ക് പൊതുവിലുള്ള മാഹാത്മ്യം നശിച്ചു. തതഃ ച പശുപഹതകസ്യ ശ്രിയം ധ്വംസിഷ്യേ. അതുകൊണ്ട് ഈ അഭിനയത്തിന് പകരം തെമ്മാടിയായ ഈ ഗോപാലൻ്റെ സർവസ്വവും ഞാൻ മുടിക്കുന്നുണ്ട്. ദുർമതനിധിഃ സഹ മഘവായിതി കില ത്വാം ജേതും പ്രവൃത്തഃ. എന്നിങ്ങനെ സ്വയം മതിമറന്ന് വിചാരിച്ചു കൊണ്ടാണത്രേ ആ അഹങ്കാരിയായ ഇന്ദ്രൻ അവിടുത്തെ ജയിപ്പാൻ ഒരുങ്ങിപ്പുറപ്പെട്ടത്. ഒൻപതാമത്തെ ശ്ലോകം. ത്വദാവാസം ഹന്തും പ്രളയജലദാനംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണ കുലിശമയമഭ്രേ ഭഗമന പ്രതസ്ഥേന്യൈരന്തർദഹനമരുതാദ്യൈർവിഹസിതോ ഭവൻ മായാനൈവ ത്രിഭുവനപതേ മോഹയതി കം. അർത്ഥം: അയം ത്വദാവാസം ഹന്തും. ഇന്ദ്രൻ അവിടുന്ന് വസിക്കുന്ന ഗോകുലത്തെ നശിപ്പിക്കുവാനായി പ്രളയജലദാൻ അംബരഭുവി പ്രഹിണ്വൻ പ്രളയമേഘങ്ങളെ ആകാശത്ത് നിയോഗിച്ചയച്ചിട്ട് കുലിശം ബിഭ്രാണഃ വജ്രായുധം ധരിച്ചുകൊണ്ട് ഐരാവതത്തിൻ്റെ പുറത്തുകയറി അഭ്രേ ഭഗമനഃ അന്യൈഃ ദഹനമരുതാദ്യൈഃ അന്തഃ വിഹസിതഃ പ്രതസ്ഥേ. അഗ്നി, വായു തുടങ്ങിയ മറ്റു ദിക്പാലന്മാർ ഉള്ളുകൊണ്ട് ചിരിച്ചു പരിഹസിക്കുമാറു പുറപ്പെട്ടു. ഹേ ത്രിഭുവനപതേ, ഭവൻ മായ കമേവ ന മോഹയതി. അലയോ ഗുരുവായൂരപ്പ, മൂന്ന് ലോകത്തിനും നാഥനായവനെ, നിന്തിരുവടിയുടെ മായ ആരെ തന്നെ മോഹിപ്പിക്കുന്നില്ല. ഏവരും അവിടുത്തെ മായയ്ക്ക് അധീനന്മാരാണല്ലോ. പത്താമത്തെ ശ്ലോകം. സുരേന്ദ്രക്രുദ്ധശ്ചേത് ദ്വിജകരുണയാ ശൈലകൃപയാപ്യനാതങ്കോസ്മാകം നിയത ഇതി വിശ്വാസ്യ പശുപാൻ അഹോ കിന്നായാതോ ഗിരിഭിതിതി സഞ്ചിന്യ നിവസൻ മരുഗേഹാധീശ പ്രണുതമുരവൈരിൻ മമഗതാൻ. അർത്ഥം: സുരേന്ദ്രഃ ദേവേന്ദ്രൻ ക്രുദ്ധഃ ചേത് കയർത്തുവെങ്കിൽ ദ്വിജകരുണയാ ശൈലകൃപയാ അപി അസ്മാകം അനാതങ്കഃ നിയതഃ. ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടും ഗോവർദ്ധനത്തിൻ്റെ ദയ കൊണ്ടും നമുക്ക് വിഷമിക്കേണ്ടതില്ല. ഇത് പശുപാൻ വിശ്വാസ്യ എന്നിങ്ങനെ ഇടയന്മാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് അഹോ ഗിരിഭിത് കിം ന ആയാതഃ ഇതി സഞ്ചിന്യ. ആശ്ചര്യം, ഇന്ദ്രൻ ഇനിയും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവനായ നിവസൻ ത്വം നിന്തിരുവടി. ഹേ മരുദ്ഗേഹാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, മുരവൈരിൻ മുരാന്തക മമ ഗതാൻ
പ്രണുത എൻ്റെ രോഗം നിശേഷം നീക്കിക്കളയണേ. ശ്രീമന്നാരായണീയത്തിലെ ഈ 62-ാം ദശകത്തിൽ ഗോവർദ്ധന പൂജയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത്? ഇന്ദ്രയാഗം നടത്തുവാൻ ഗോപന്മാർ ഒരുങ്ങുന്നതും ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കുവാനായി ഭഗവാൻ ആ ബലി തടഞ്ഞ് അത് ഗോവർദ്ധനത്തിന് കൊടുക്കുന്നതും വിവരിച്ചിരിക്കുന്നു. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 24-ാം അധ്യായം ഈ ദശകത്തിൽ ചുരുക്കി പറയുന്നു. ഭഗവാന്റെ കുലം ശൂരസേന കുലമാണ്. അതുകൊണ്ട് ശൗരേ എന്ന പ്രയോഗമാണ്, നാമവിശേഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശൂരസേന കുലത്തിൽ പിറന്നവനായ ഭഗവാനെ അവിടുന്നൊരിക്കൽ ഗോപാലന്മാർ ഒരു യാഗം നടത്തുന്നതിന് വേണ്ടതെല്ലാം ഒരുക്കുന്നത് കണ്ടിട്ട് ഇന്ദ്രൻ്റെ ഗർവം, അതായത് അഹങ്കാരം നീക്കിക്കളയുവാൻ നിശ്ചയിച്ച് കാര്യമറിയാമെങ്കിലും ഗോപന്മാരുടെ ആ യാഗം, ഇന്ദ്രയാഗം നടത്തുവാൻ പോകുന്ന കാര്യം അറിയാമെങ്കിലും അച്ഛാ, നിങ്ങൾ എന്തിനാണ് ഉത്സാഹിക്കുന്നത് എന്ന് വിനയത്തോടെ മധുരമായി നന്ദൻ തുടങ്ങിയ ഗോപന്മാരോട് ചോദിച്ചു. നന്ദൻ ഭഗവാനോട് പറഞ്ഞു, സ്വന്തം മകനോട് പറഞ്ഞു, മകനെ, ആണ്ടുതോറും ഇന്ദ്രയാഗം കഴിക്കേണ്ടതുണ്ട്. ഇന്ദ്രൻ മഴ കൊണ്ട് ഭൂമിയെ സുഖമാക്കുന്നു. ഭൂലോകത്തിൽ മനുഷ്യർക്ക് ജീവിക്കുവാൻ വേണ്ടതെല്ലാം മഴയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ മഴയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. കാരണം എന്തെന്നാൽ പശുക്കൾ പുല്ലും വെള്ളവും കൊണ്ട് പുലരുന്നവയാണല്ലോ. അല്ലയോ ഭഗവാനെ, ഇപ്രകാരം അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് ഭഗവാൻ ഭംഗിയായി പറഞ്ഞു, കഷ്ടം, മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണെന്ന് പറയുന്നത് ശരിയല്ല. ജീവികളുടെ പുണ്യമാണ് വേണ്ട വിധം മഴ പെയ്യിക്കുന്നത്, തീർച്ച. വലിയ കാടുകളിൽ മാമരങ്ങൾക്ക് വെള്ളം കിട്ടുന്നുവല്ലോ. പക്ഷെ അവിടെ ഇന്ദ്രന് എന്ത് ബലിയാണ് കൊടുക്കുന്നത്? ഒന്നും തന്നെ ഇല്ലല്ലോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഭഗവാൻ തുടർന്ന് പറയുന്നു, അതായത് പശുക്കളാണ് നമ്മുടെ സമ്പത്ത്, വംശസമ്പത്ത്. ഈ ബലി ആ പശുക്കൾക്ക് ഉപജീവനത്തിന് ഉതകുന്ന പർവ്വതത്തിന് നൽകുന്നത് ഉചിതമായിരിക്കും. ഭൂമിയിലുള്ള ഭൂദേവന്മാരാണല്ലോ ദേവന്മാരെക്കാളും ശ്രേഷ്ഠന്മാർ. ഇതിനാൽ അവരും ആരാധനം അർഹിക്കുന്നു എന്ന് നിന്തിരുവടി സ്വജനങ്ങളോട് തുറന്നു പറഞ്ഞു. ആ ഇടയന്മാരാകട്ടെ ഭഗവാന്റെ അഭിപ്രായം അറിഞ്ഞ് കൂടുതൽ ആദരവോടെ ബ്രാഹ്മണരെ പൂജിച്ചു പർവ്വതത്തിന് വമ്പിച്ചൊരു ബലി കൊടുക്കുകയും ചെയ്തു. ഏറ്റവും ആദരവോടുകൂടി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അവിടുന്ന് പർവ്വതദേവതയായി സ്വരൂപമെടുത്ത് ഇടയന്മാർ കാണി തന്നെ ബലി മുഴുവനും ഭക്ഷിക്കുകയും ഉണ്ടായി. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറഞ്ഞത് അസത്യമാണോ? ഇതാ ഈ പർവ്വതം സ്വരൂപം കൊണ്ട് പ്രത്യക്ഷമായി ബലി അനുഭവിക്കുന്നുവല്ലോ. ഇനി ദേവേന്ദ്രൻ കോപിച്ചാലും ഈ പർവ്വതം നമ്മളെല്ലാവരെയും രക്ഷിക്കുവാനും മതിയാകും. ഇപ്രകാരം പറഞ്ഞു കേട്ടപ്പോൾ ഗോകുലവാസികൾ മുഴുവനും സന്തോഷിച്ചു. തികച്ചും തൃപ്തരായ ഗോകുലവാസികൾ ഭഗവാനോടുകൂടി അമ്പാടിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തന്നെ ദേവേന്ദ്രൻ തൻ്റെ യാഗം മുടങ്ങിയതായി കണ്ടിട്ട് ഭഗവാനെ പറ്റി അറിയുന്നവനും ഭഗവാൻ തന്നെ കൽപ്പിച്ചു നൽകിയ ഉയർന്ന പദവിയുള്ളവനുമായിരുന്നിട്ടും രജോഗുണത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടായ അഹങ്കാരത്താൽ യാഗം മുടക്കിയത് സഹിച്ചില്ല. മനുഷ്യജന്മം എടുത്ത വിഷ്ണുവും ദേവന്മാരോട് അനാദരം കാണിക്കുന്നതായാൽ ദേവന്മാർക്ക് പൊതുവിലുള്ള മാഹാത്മ്യം നശിച്ചു. അതുകൊണ്ട് ഈ അഭിനയത്തിന് പകരം തെമ്മാടിയായ ഈ ഗോപാലൻ്റെ സർവസ്വവും ഞാൻ മുടിക്കുന്നുണ്ട് എന്നിങ്ങനെ സ്വന്തം നില മറന്ന് ആ അഹങ്കാരിയായ ഇന്ദ്രൻ ഭഗവാനെ ജയിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടു. ഇന്ദ്രൻ ഭഗവാൻ വസിക്കുന്ന ഗോകുലത്തെ നശിപ്പിക്കുവാനായി പ്രളയമേഘങ്ങളെ ആകാശത്ത് നിയോഗിച്ചയച്ചിട്ട് വജ്രായുധം ധരിച്ചുകൊണ്ട് ഐരാവതത്തിൻ്റെ പുറത്തു കയറി അഗ്നിവായു തുടങ്ങിയ മറ്റു ദിക്പാലന്മാർ ഉള്ളുകൊണ്ട് ചിരിച്ച് പരിഹസിക്കുമാറ് പുറപ്പെട്ടു. അല്ലയോ 3 ലോകത്തിനും നാഥനായ ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ മായ ആരെ തന്നെ മോഹിപ്പിക്കുന്നില്ല. ഏവരും അവിടുത്തെ മായയ്ക്ക് അധീനന്മാരാണല്ലോ. ദേവേന്ദ്രൻ കയർത്തുവെങ്കിൽ കോപിഷ്ഠനായി എങ്കിൽ
ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടും ഗോവർദ്ധനത്തിൻ്റെ ദയ കൊണ്ടും നമുക്ക് വിഷമിക്കേണ്ടതില്ല. അങ്ങനെ ഗോപന്മാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആശ്ചര്യം, ഇന്ദ്രൻ ഇനിയും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന നിന്തിരുവടി, അല്ലയോ ഗുരുവായൂരപ്പ മുരാന്തക, എൻ്റെ രോഗം നിശേഷം നീക്കിക്കളയണേ.